Come on, everybody lift your hand to God. If you're sick in your body, if you're sick in your body, when I decree healing, you must be healed. If there's pain in your body, it is the anointing which will change it. It's the anointing which will break the yoke. If there's any pain in your body right now, put one hand on the place of pain. If it's on your head, put it on your head. If there's something in the body, place your hands on your chest. We will speak healing right now. And after I pray, faith is action. If you have a problem with your leg, after praying, you must jump. നിന്റെ കാലിന് വേദനയുണ്ടെങ്കിൽ നടക്കാൻ കഴിയത്തില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസം പ്രവർത്തിച്ച് നീ ചാടാൻ പോകുകയാ, നീ സൗഖ്യമാകാൻ പോകും. If you have asthma, after we pray, run up and down this room. നിനക്ക് നടക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിശ്വാസം പ്രവർത്തിച്ച് നീ ഇതിനകത്തുനിന്ന് ഓടാൻ പോകുകയാ. If you have asthma, run. നിനക്ക് ആസ്മയുടെ രോഗമുണ്ടെങ്കിൽ അതിപ്പോൾ സൗഖ്യമാകാൻ പോകുകയാ. Are you ready? നിങ്ങൾ തയ്യാറാണോ? In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. By the power of the Holy Ghost. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. I come against every sickness, every disease. കർത്താവേ, ഈ ജനത്തിന്റെ മേലുള്ള എല്ലാ രോഗത്തെയും എല്ലാ ബന്ധനത്തെയും, every pain, എല്ലാ വേദനയും, every discomfort, കർത്താവേ എല്ലാ അസ്വസ്ഥതകളെയും, in the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ out. ഇപ്പോൾ പുറത്തു പോകുക, out. പുറത്തു പോകുക, പുറത്തു പോകുക, out. പുറത്തു പോകുക, out. പുറത്തു പോകുക, in the name of Jesus. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു പോകുക. Lift your voice, lift your voice. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. Praise the Lord. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. Praise the Lord. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ശബ്ദമുയർത്തുക. Thank you Lord, I'm healed. കർത്താവേ, സൗഖ്യമാക്കിയതിനായി നന്ദി. Thank you, I'm healed. സൗഖ്യമാക്കിയതിനായി നന്ദി. Thank you, I'm healed. സൗഖ്യമാക്കിയതിനായി നന്ദി. Come on, lift your hands, lift your hands, lift your hands. കരമുയർത്തി, കരമുയർത്തി, കരമുയർത്തി. Whatever the problem is now, whatever the problem is, whatever the problem, നിങ്ങളുടെ വിഷയം എന്താണ് നിങ്ങൾ നോക്കുക. Maybe a family problem, ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബ പ്രശ്നമായിരിക്കാം. Maybe a problem with your finances. സാമ്പത്തിക വിഷയത്തിലായിരിക്കാം നീ ഭാരപ്പെടുന്നത്. Lift your hands, കരങ്ങൾ ഉയർത്തി പിടിക്കുക. And say, Father, പറയുക, പിതാവേ, in the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, let that oil flow over me. കർത്താവേ, അവിടേക്ക് ഈ എണ്ണ ഒഴുകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let it flow over me. കർത്താവേ, എണ്ണ അവിടേക്ക് ഒഴുകുവാൻ പ്രാർത്ഥിക്കുന്നു. Let it flow over me. കർത്താവേ, അത് എന്നിലൂടെ ഒഴുകുവാൻ പ്രാർത്ഥിക്കുന്നു. Let it flow over me. കർത്താവേ, അത് ഈ ജനത്തിന്റെ മേൽ ഒഴുകുവാൻ പ്രാർത്ഥിക്കുന്നു. In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, every devil, every demon, എല്ലാ പൈശാചിക ബന്ധനങ്ങളും which is hindering the people, ഈ ജനത്തിന്റെ അകങ്ങളിൽ നിന്ന് break your power. അതിന്റെ ശക്തിയെ ഇന്ന് പകൽ ഞാൻ പുറത്താക്കുന്നു. In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, be set free. ഈ ജനത്തെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. Open your mouth and say, God, I am free. വിശ്വാസത്തോടെ പറയുക, ഞാൻ സ്വതന്ത്രനായി. I am free. 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 ഞാൻ സ്വതന്ത്രനായി. Can I hear you? എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയുമോ? Can I hear you? എനിക്ക് നിങ്ങളിൽ നിന്ന് സാക്ഷ്യം കേൾക്കണം. Say, I am free. പറയുക, ഞാൻ സ്വതന്ത്രനായി. Louder, I am free. ഉറക്കെ പറയുക, ഉറക്കെ പറയുക, ഞാൻ സ്വതന്ത്രനായി. I am free. ശബ്ദമുയർത്തി പറയുക, ഞാൻ സ്വതന്ത്രനായി. The anointing of the Holy Ghost, അഭിഷേകത്തിന്റെ ശക്തിയാൽ, is upon my life. എൻ്റെ ജീവിതത്തിന്റെ പൂരം. Hallelujah. Hallelujah. Lift your hands, lift your hands, lift your hands. കരങ്ങളെ ഉയർത്തി പിടിക്കുക.
Those of you who are sick in your body, ആരൊക്കെ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗം അനുഭവിക്കുന്നു? first of all say thank you Jesus. നിങ്ങൾ ആദ്യം ദൈവത്തിന് നന്ദി പറയുക. For setting me free. കർത്താവേ എന്നെ സ്വതന്ത്രമാക്കുന്നതിന് നന്ദി എന്ന് പറയുക. I can't hear you. എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയുന്നില്ല. I want you to open your mouth and thank the Lord Jesus Christ. ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കാട്ടെ. Come on! ശബ്ദം ഉയർത്തി say thank you Jesus. കർത്താവിനോട് നന്ദി എന്ന് പറയുക. For the anointing oil. ഓ കർത്താവേ ആ അഭിഷേകത്തിന്റെ എണ്ണ പകരുന്നതിനായി നന്ദി. Thank you for changing that widow's life. കർത്താവേ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതിനായി നന്ദി. Thank you for changing that widow's life. കർത്താവേ ആ വിധവയുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നതിനായി സ്തോത്രം. The same God is changing my life. കർത്താവേ അതേ ദൈവം തന്നെ എൻ്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുന്നു. Thank him, thank him, thank him. ദൈവത്തിന് നന്ദി പറയുക, നന്ദി പറയുക. Hallelujah. നന്ദി പറയുക. As you're standing, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ. As you're standing, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ check your body. നിങ്ങളുടെ ശരീരത്തെ ചെക്ക് ചെയ്യുക. You run, you check your body. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം നിങ്ങളുടെ ശരീരത്തിലെ രോഗം. And if the Lord has done something, Check please give testimony. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയുന്നു ഇതിനകത്ത് ടെസ്റ്റിമണി പറയുവാൻ. Check your body, check your ദൈവം body. എന്നോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്ത് നോക്കുക. Move your body. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ചലിപ്പിച്ച് നോക്കുക. Bend and see if the back pain is gone. ഹല്ലേലൂയ. കുനിയാൻ കഴിയാത്തവർ ഒന്ന് കുനിഞ്ഞു നോക്കുക. Check, please check, 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 check. ചെക്ക് ചെയ്ത് Push and നോക്കുക. see if your stomach pain is there or left. Push, push and see. ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കുക. Check right now. ആ വേദന അവിടെ ഉണ്ടോ എന്ന് നോക്കുക. If there's anybody who felt a change, just praise the Lord. ആരെങ്കിലും ഒരു സൗഖ്യം ഒരു മാറ്റം അനുഭവിച്ചെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തി പിടിച്ചാട്ടെ. Say thank you Lord Jesus. ആരെങ്കിലും ഒരു സൗഖ്യം കരം ഉയർത്തി പിടിച്ചോ. Come on, lift your hands. കരം ഉയർത്തി പിടിക്കുക. Somebody felt a change. Okay. ധാരാളം കരങ്ങൾ കാണുന്നു. Can you come and give 1 second testimony? 1 second. നിങ്ങൾക്ക് ഉയർത്തി കരം നിങ്ങൾ മുമ്പോട്ട് വരാൻ കഴിയുമോ? Sister is coming. Sisters, come. കരം ഉയർത്തുക. Quickly tell me 1 minute what the Lord has done. കരം ഉയർത്തിയാൽ മുമ്പോട്ട് വരിക. ബ്രദർ വന്നാട്ടെ മുമ്പോട്ട് ധൈര്യമായിട്ട് വന്നാ. Pastor, can you just ask the sister what has happened to her? She got freedom. Okay, tell. Give testimony. Yeah. What happened? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ശരീരത്തിന് എന്തോ വലിയൊരു എനർജി, വളരെ എന്തോ ഒരു വിടുതൽ ശരീരത്തിന് വിട്ടുപോയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷ വളരെയേറെ പ്രയോജനപ്പെട്ടു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഈ ആൻറ്റി നമ്മുടെ ചർച്ചിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒരു ഫ്രൈഡേ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇന്ന് പകൽക്കാലം ശക്തമായി ഈ ആൻറ്റിയെ കർത്താവ് തൊട്ടെന്നാണ് പറയുന്നത്. ശരീരത്തിലൊരു വലിയ സ്വാതന്ത്ര്യം താൻ അനുഭവിച്ചെന്ന് പറയുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. God praise the Lord. Hallelujah. Okay, come, next testimony. Tell us what the Lord has done. നടുവിന് വേദനയുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ നടുവിൻ്റെ വേദന കുറവുണ്ട്, എനിക്ക് മാറിയിട്ടുണ്ട്. സുഖമായി, നടുവേദന സുഖമായി. യേശുവിനോട് നന്ദി പറയാം. Oh, praise God. No pain. Somebody say thank you Lord Jesus. Hallelujah. Okay, come, next person. 1 second. Yeah. Tell us what the Lord has done. He had a shoulder pain. There was pain. Yeah, shoulder pain. Shoulder pain. Move. No pain. Somebody say hallelujah. Hallelujah. All right. ഈ അംഗങ്ങളെ God bless you. സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. All right. Next person. മടിച്ചു നിൽക്കേണ്ട വന്നാട്ടെ. Next person. സാക്ഷ്യമാണ്. Please come. Okay. കഴിഞ്ഞ ഒരു മാസമായി എനിക്ക് ശരീരത്തിന് വളരെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. കാലിന് വേദന കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ഭാരപ്പെട്ടു. ഇന്ന് പകൽക്കാലം കർത്താവ് വലിയ പഠനം നൽകിയിരിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം. No pain. വേദനയില്ലല്ലോ. പൂർണ്ണമായി സൗഖ്യമാക്കി. കർത്താവിനെ കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. Somebody say hallelujah. God bless you. Hallelujah. ഞാനിവിടെ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ അവിടെ പുറകിലിരുന്നപ്പോൾ എൻ്റെ പുറത്ത് അതിഭയങ്കരമായ വേദനയായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ തലയിൽ തൊട്ടതുപോലെ നോക്കുക. ഇദ്ദേഹം പുറകിൽ വന്നിരുന്നപ്പോൾ നടുവിന് ശക്തമായ പെയിൻ ആയിരുന്നു.
അദ്ദേഹം അവിടെ വന്നിരുന്നു. ആ വേദന കൊണ്ട് എഴുന്നേറ്റ് പോയില്ല, അവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞത് കർത്താവിൻ്റെ വിരല് തലയെ തൊട്ടു, കർത്താവിൻ്റെ കരം ഇദ്ദേഹത്തിൻ്റെ തലയെ തൊട്ട് സൗഖ്യം. ആ കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്, നന്ദിയോടെ സ്തോത്രം ചെയ്യുക. Hallelujah. Hallelujah. Praise God. Come on, somebody say thank you, Jesus. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ മക്കളെ. Hallelujah. Hallelujah. Some of you will get healed as you're going home. Hallelujah. ചിലര് ഇന്ന് പകൽ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴി സൗഖ്യമാകും. So next week give testimony. Hallelujah. അവർ അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണം. God bless you. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓ hallelujah. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.